ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്ന JLT നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പലരും ചോദിക്കാറുണ്ട് JLT എക്സാമിന് എപ്പോഴാണ്, അങ്ങനെ കുറേ കമൻറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനൊരു ആൻസർ കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന JLTനെ കുറിച്ചാണ്, അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമ്മളുടെ JLT എക്സാം അല്ലെങ്കിൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എക്സാം നടത്തുന്നത് കേരള PSC ആണ്. ഓക്കെ, അപ്പോൾ PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PSC ഓരോ മാസവും വേക്കൻസീസ് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഇടുന്നുണ്ട്. അതിൽ മിക്കവാറും JLTയുടെ ഒരു നോട്ടിഫിക്കേഷനെങ്കിലും ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്തും ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കൂടി കിട്ടും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗസറ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ എന്ന് പറയുന്നത് 2 മെയ് ആണ്. മെയ് 2 വരെയാണ് ടൈമുള്ളത്. ഓക്കെ, ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് SC STക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ SC STക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണിത്. ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ എഡ്യൂക്കേഷൻ, നെയിം ഓഫ് ദ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഫോർ SC ST. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ JLT എക്സാമിന് ഈ രീതിയിലാണ് നോട്ടിഫിക്കേഷൻസ് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് സ്പെഷ്യൽ ആയിട്ട് SC STക്ക് വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ ഇത് ജനറലിന് വേണ്ടി വരും. അങ്ങനെ ഓരോ നോട്ടിഫിക്കേഷനും വ്യത്യാസം ഉണ്ടായിരിക്കും. ജസ്റ്റ് മോഡൽ മാത്രം സെയിം ആയിരിക്കും. ഇനി സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ്, അതായത് കൊല്ലം ജില്ലയിലെ ഒരു ഡിസ്ട്രിക്ട് വൈസ് ജില്ലാടിസ്ഥാനത്തിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 45 ആണ്. 45 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. പിന്നെ ക്വാളിഫിക്കേഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദി ആയതുകൊണ്ട് ഡിഗ്രി ഇൻ ഹിന്ദി ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. പിന്നെ ടൈറ്റിൽ ഓഫ് ഓറിയൻറ്റഡ് ഹിന്ദി അവാർഡിൽ റെക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അങ്ങനെ പറഞ്ഞ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷന് 2 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ PDF ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മസ്റ്റ് ഹാവ് പാസ്ഡ് ദ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി 4, അതായത് ഈ പോസ്റ്റിന് വേണ്ടിയുള്ള കേട്ടറ്റ് കാറ്റഗറി 4 നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുകൂടി ഉണ്ട്. അപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈഡ് ആയവർ SC STയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. മെയ് 2 വരെയാണ് ടൈം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരള PSC സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളം വെർഷനും ഉണ്ട്, രണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ JLTനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറയാം. 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് JLTയിൽ വരിക. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഹിന്ദി ബേസ്ഡ് ആയിട്ടുള്ള 80 ക്വസ്റ്റ്യൻസും ജനറൽ 20 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പിന്നീട് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ജില്ലാടിസ്ഥാനത്തിലുള്ള വേക്കൻസികൾക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറ്. അപ്പോൾ ഓരോ പ്രാവശ്യവും കേരള PSC കലണ്ടർ ഓരോ മാസത്തെ നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ വീഡിയോസായിട്ട് ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.